അടപ്പിൽ ഞാൻ കേൾക്കലില്ല കേട്ടോ. അങ്ങനെ 11 സുന്ദര കുട്ടപ്പനായി. ആ ക്ലോക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ശരിയായി കിട്ടുമോ? പത്രത്തിൽ എൻ്റെ കുട്ടിക്ക് റബ്ബേ കൊടുക്കട്ടെ. ബാക്ക്ഗ്രൗണ്ടിലൂടെ നിന്നോട്ടേറെ, കണ്ട് കൊച്ചോട്ടേറെ. തൈരൊഴിച്ച് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലിയൊക്കെ വീഡിയോ ഇടുന്ന ഞാൻ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ലീവൊക്കെ എടുത്തിട്ട് ഇതാ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഒരു ഉച്ചേ മുക്കാൽ തൊട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് കുഞ്ഞുട്ടി ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളും ഞങ്ങൾ തക്കിട എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കേനു. അപ്പോഴാണ് ഉമ്മ വരുന്നുണ്ട്. അപ്പം എന്നാൽ പിന്നെ ചോറുണ്ട്, കറിയൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു ഇവിടെ ഫ്രിഡ്ജിൽ, അപ്പം അതൊന്ന് വരട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഞാൻ ഇത് ഇങ്ങനെ ഇറച്ചിയായാലും ചിക്കനായാലും ഒരിത്തിരി ഉലുവട്ട് എടുക്കലുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി കഴിഞ്ഞിരിക്കണേ. അല്ലെങ്കിൽ ഞാനിങ്ങനെ വരട്ടുമ്പോൾ കുരുമുളക് പൊടി കുറച്ച് തോനെ അതാക്കും കേട്ടോ. മുളക് പൊടി കുറച്ചിട്ട് പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തെടുത്ത് ഇനിയിപ്പോൾ കഴുകാനുള്ള ഇവനെ നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ച് ബാക്കിയുള്ള കുപ്പികളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം പൊടികളൊക്കെ ചേർത്തു. മെയിനായിട്ടുള്ള സാധനം മറന്നിട്ടില്ലേ, പിന്നെ നമ്മളെ എപ്പോഴും മുഖത്ത് കൊക്കി ചെറിച്ചിങ്ങനെ കുത്തിരിക്കണം. ഉപ്പിനെ കുറച്ച് ചേർത്ത് വെക്കണം. ഇപ്പം ഞാനിങ്ങനെ ഒരു ജഗ്ഗിൽ വെള്ളം വെക്കലാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ എപ്പോഴും. അല്ലെങ്കിൽ കുട്ടികൾക്കല്ല വലിയവർക്കായാലും എപ്പോഴും ഇപ്പോൾ വെള്ളം വേണം. അപ്പോൾ എന്ത് ചെയ്യും, ഗ്ലാസ് ഇട്ടിട്ട് ഒന്നായിട്ട് ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് മുക്കി ആകെ അവിടെ കളയുക. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ജഗ്ഗിലാക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ അജുൻ്റെ മുഖമൊക്കെ അത് ഗ്ലാസ്സിൽ ഒഴിച്ച് കാണാൻ കുടിക്കാനൊക്കെ വെക്കും. ചെറുക്കൂട്ടനെ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കും വേണം. അപ്പം നമ്മളെ മസാലയൊക്കെ ഒക്കെ ഇട്ട് സെറ്റാക്കി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് ഇനി അങ്ങോട്ട് കിളമ്പിയിട്ട് നമുക്ക് അടുപ്പത്ത് കയറ്റി വെച്ച് കൊടുക്കാം. ഇന്നിപ്പേ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഫുൾ ഉടായ്പ കൂടെ ഞാൻ നീങ്ങാന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് മമ്മിജീൻ്റെ എൻട്രി. അപ്പം ഞാൻ കറിയൊക്കെ ഉണ്ടാക്കട്ടെ. തൈര് വെച്ചിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കണ ആ ഒരു സിമ്പിൾ മോര് കറിയില്ലേ, അതന്നെ. വോയിസ് ഓവർ ഇട്ടോ. അപ്പൊ നമ്മുടെ മോരുകളൊക്കെ ഉണ്ടാക്കണേ. അപ്പൊ ഇന്ന് അമ്മ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്പെഷ്യൽ ഉണ്ടാക്കണേ. അപ്പം ഞാനൊരു 1/2 ഗ്ലാസ് തൈര് എടുത്തുക്കണം. അതിക്ക് അത്ര തന്നെ വെള്ളം ചേർത്ത് കൊടുക്കും. ഇനി അത് മിക്സ് ആക്കണം. ഒരു ചോറ് വരേണ്ടത് വെള്ളം ഒരിത്തിരി കൂടിപ്പോയോന്ന് സംശയം. എന്നാ നീ മുളക് മിക്സ് ആക്കി വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നതൊന്ന് മിക്സ് ആക്കി എടുത്തന്ന ഞാൻ അപ്പോൾ തന്നെ ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ നരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഈ കുപ്പിൻ്റെ അടപ്പ് ഞാൻ കേൾക്കലില്ല കേട്ടോ. അടപ്പേ മറ്റേ ലെതറ ഈ ഇരുമ്പിൻ്റെ ആയതുകൊണ്ടേ തുരുമ്പ് പൊടിച്ചു. അതുകൊണ്ട് അത് പിന്നെ വല്ല തൂത്തിയെടുക്കലുള്ളൂ ഞാൻ. സുനാമാക്കി പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കേൾക്കാം. വെള്ളക്കൊക്കെ ഇടുമ്പോൾ കരുതുക, അല്ലെങ്കിൽ കേൾക്കാൻ പിന്നെ ആളുണ്ടാവില്ല. ഞാൻ ഇന്നോട് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ 11 സുന്ദര കുട്ടപ്പനായി. കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിലേ
ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോക്ക് എവിടെ നിന്നാണ് വാങ്ങിയത്. ആ ക്ലോക്ക് ഞാൻ മുന്നേ കുറേ പറഞ്ഞിക്കണേ ആ ഒരു ഷോപ്പിൽ പറഞ്ഞൊരു ഇതിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പം ആൾ ഓടൊന്നുമില്ല, ഓട്ടം നിലച്ചിക്കണം. പിന്നെ എന്നാലും മൂപ്പര ലുക്ക് നിലക്കാത്തത് കൊണ്ട് ഇപ്പോഴും ഇവിടെ ഒരു സ്ഥാനമുണ്ട്, അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ. കാണാൻ നല്ല ചുരുക്കല്ലേ, അതുകൊണ്ട് ഇവിടെ വെച്ചതാണ്. ഇപ്പം നമ്മളെ ചിക്കന് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നത് കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ തൂകി ഇങ്ങനെ കൊടുക്കും. പിന്നെ നന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ ഇല്ല സാധനം റെഡി ആയിട്ടോ. അപ്പം നമ്മളെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടോ. ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി കുണുകുണ അരിഞ്ഞതും, കറിവേപ്പിൻ്റെ എല്ലാം നെടുനീളെ. നമ്മളെ മൺചട്ടിയെ അടുപ്പിലേക്ക് ആയിരിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചിക്കണേ. പിന്നെ 2 മണി ഉലുവ. ഇനിയിപ്പോൾ കടുങ്ങിനൊരു വിഷമം വേണ്ട, കടുക് കിടന്ന് പൊട്ടട്ടെ. അവിടെ കുടുങ്ങുന്നവരൊക്കെ വഴറ്റി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചുഴറ്റി പിന്നെ അതാ തൈരൊഴിച്ച് പാകത്തിന് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ട് കറി സെറ്റ്. ഇനി ഇത് തിളപ്പിച്ചില്ല. വറ്റൽമുളകും ചേർക്കണ്ടേനി, ഞാൻ മറന്നു. ചെറുതായിട്ടൊന്ന് ചൂടായി എന്നാൽ തിളക്കണ്ട, തിളച്ചാൽ അത് പിരിയും, തൈര് പിരിയും. വെള്ളം കഴിച്ചത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. കുറച്ച് പുളിച്ചിയൊക്കെ, അതായത് എന്നെപ്പോലെ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസം, നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന കറിയാണ്. ഞാൻ മാങ്ങ കറിയൊക്കെ കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കലില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലത്തെ ഒരു കറി തന്നെയാണ് ഈ കറി. ഞങ്ങൾക്ക് തീ ഓഫ് ചെയ്യാട്ടാ. അങ്ങനെ നമ്മളെ കറികളൊക്കെ റെഡി ആയപ്പോഴത്തേന് ഗ്രാൻമ വരാൻ സമയമായി. ഇമ്മമ്മ ഉണ്ടാവുക ബസ്സിന്. ഇമ്മമ്മാനെ കൊണ്ടിട്ടായിരുന്നു കുറേ നേരമായി ഇവിടുന്ന് പോയിട്ട്. കുറേ ആൾക്കാർ അതാ ഇമ്മമ്മ ഇല്ലേ നിൽക്കണേ. ഇമ്മമ്മ കുറേ കേസും കുറേ സാധനം കഴിച്ചു നിൽക്കണം. ഇതാണ് ചക്കമുറി. ഇതെവിടുന്ന ചക്ക ഇവിടുന്നമ്മ? ഓ നല്ല രസമുള്ള വരിക്ക ചക്കയാണല്ലോ. എന്നാ ഞാൻ എടുക്കട്ടെ ഒരു പാത്രത്തേക്കേ. ബസ്സിൽ കൊണ്ടുവരാൻ സുഖത്തിന് ചോളയൊക്കെ പറിച്ചാൽ കൊണ്ടു നിൽക്കണത്. അപ്പം ഉമ്മാനെ ഞാൻ കുറേ ദിവസമായി 2 ദിവസം നിൽക്കാൻ വരി എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പം ഇമ്മക്കറിയാം മകളങ്ങനെ വെറുതെ നല്ല വിളിച്ചത്. ഇവിടെ ഉമ്മ വന്നാൽ കുറേ പണികളുണ്ട്. അപ്പം അതിനാണ് ഇപ്പോൾ കാര്യമായിട്ട് ഉമ്മാനെ വിളിച്ചു വരുത്തണമെന്നൊക്കെ ഉമ്മക്കറിയാം. അതുകൊണ്ട് ഉമ്മ കുറേ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓരോ അടവൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇമ്മതാ ഇന്നാണ് പെറ്റി കിട്ടിയത്. പപ്പായ പറിച്ചാണ്ടോ? പപ്പായ പറിക്കണം. നമ്മൾ അടുത്ത പപ്പായ പറിച്ചാലും സമയമായിക്കണം കേട്ടോ. അപ്പം അതാ ഞാൻ പോയിട്ട് പറിച്ചേനെ. ആദ്യമൊക്കെ കൈ കൊണ്ട് പറിക്കാൻ പറ്റീന് കേട്ടോ, താഴത്തൊക്കെ ഉണ്ടായിന്. ഇപ്പം അതൊന്നും പറ്റൂല. ഇപ്പോൾ തോട്ടിക്ക് വെച്ചിട്ട് വേണം പറിച്ചാന്. ചക്കേ ബാക്ക്ഗ്രൗണ്ടിലൂടെ നിന്നോട്ടേറെ, കണ്ട് കൊതിച്ചോട്ടേറെ, കൊതിപ്പിച്ചാനെ. അപ്പൊ ചട്ടി ഏതാ ആ സൈഡില്. നെയ്യപ്പം ചുടാം, അങ്ങനെയൊക്കെ പറ്റിയ. ഇമ്മ ഈ വൈക്ക് വന്നിട്ടൊരു 3-4 മാസമായിട്ടോ. അപ്പം ഇമ്മ വന്നപ്പോൾ പ്രമോഷന്റെ പാത്രങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന അയൺ കടായി ഒക്കെ അതൊക്കെ ഇങ്ങനെ നോക്കിയാണ്ട് അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ പറയുകയും അതാണ് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിന് കേട്ടോ. ചക്ക ആണോ മാങ്ങ ആണോ? ചക്ക വേണ്ടി മാങ്ങ വേണ്ട? ചക്ക മതി. ചക്ക നല്ല മധുരമാണ്. ഇവിടെ ഒരാള് നല്ല തീറ്റയാണ്. 2 എണ്ണം തരണോ? ഇതിൻ്റെ കുരു ഇതിൽ കുരുല്ല. കുരു കഴിക്കരുതേ, കുരു കഴിക്കരുത് കേട്ടോ കുഞ്ഞാ. കുരു ചക്കേ നല്ല മധുര, തിന്നിട്ട് നിർത്താൻ തോന്നണില്ല. നീ മോളെ നിക്കണേ.
അക്ഷയത്തെ കാക്കി ടൗസറും കുപ്പായിടാത്ത കാക്ക പോയി എന്റെ സർട്ടിഫിക്കറ്റ് ശരിയായി കിട്ടുമോ? ഇമ്മമ്മ വന്നപ്പോ പിന്നെ സെനു ഇമ്മമ്മാന്റെ വലങ്കൈ ആയിട്ട് ഉമ്മമാന്റെ ബോഡി ഗാർഡായിട്ട് അതിലൊക്കെ പോകുന്നു, ഇതിൽ പോകുന്നു, എല്ലാതും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓന്റെ കാര്യങ്ങള്. അപ്പൊ ഞാൻ ചക്കയൊക്കെ തിന്ന് കഴിഞ്ഞ് ചക്കക്കുരുവിന്റെ ഒരു ചൊറുക്കൊക്കെ എന്തൊരു ഭംഗിയെ കാണാന്. ചക്കക്കുരു ഞാൻ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിക്ക് എടുത്തേക്കാണ് കേട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം വല്ല ചക്കക്കുരു മാങ്ങിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും എൻ്റെ ഒക്കെ കൂട്ടത്തിൽ കൂട്ടി കറിയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി പിറ്റത്തെ ദിവസത്തെ പ്രഭാതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രാവിലെ നല്ല കിളികളെ ഒച്ചിമുളയൊക്കെ കേട്ടപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് എന്നൊന്നും പറയുന്നില്ല, കുറച്ച് സമയം ഒന്നിങ്ങനെ രമണീനെ ഒന്ന് കണ്ട് വർത്താനം പറഞ്ഞ് ഞാൻ വേഗം താഴത്തേക്ക് തന്നെ പോന്നിട്ടുണ്ടേനി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചീയപ്പാണ് കേട്ടോ. ചീയപ്പം, നീർദോശ, അങ്ങനെ പല പേരും ഉണ്ട്. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ നേരത്തെ ഉണ്ടാക്കിന് കേട്ടോ. കാരണം അജുവിന് രാവിലെ ഒരു കാലിച്ചായൊക്കെ കുടിച്ചിട്ടാണ് പോകല്. അതിൻ്റെ കൂടെ കുറിക്കാൻ ഇന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അപ്പൊക്കെ ചുട്ട് കൊടുത്തിട്ടുണ്ടേനി. ഇമ്മ രാവിലെ തന്നെ ഒരു കാലിച്ചായ കുടിച്ചിട്ട് ഉമ്മ പരിപാടിക്ക് ഇറങ്ങിക്കുന്നു കേട്ടോ. അപ്പൊ അടുത്ത ആൾക്ക് ചാടിച്ചാലുള്ള സമയം അയക്കണ്. അപ്പൊ ഇന്നലത്തെ നമ്മളെ ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ടല്ലോ, അതും കൂട്ടിയിട്ടാണ് കേട്ടോ. അതും കൂട്ടിയിട്ട് ഞാൻ നിയമോക്കും ചായ കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഇറങ്ങിട്ടോ ഉമ്മാൻ്റെ ഒപ്പം. കാരണം വെയിലാവുമ്പോഴത്തേന് ഈ പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കണം. വറകെട്ടിയ ചെറുതായിട്ടൊന്ന് ചെതല് പിടിച്ചിട്ടുണ്ടായിനി കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് വറക് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതൊക്കെ ഒന്ന് വാരി ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഞാൻ ഇവലൊന്നും തുടർന്ന് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് ഇവ തൊട്ടാല് എനിക്ക് ഒറ്റക്ക് അത് എല്ലാം വലിച്ചിടലും എടുത്തക്കലും ഒന്നും നടക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വറകൊക്കെ വലിച്ചിട്ട് വറകട്ടിന്റെ ചോട്ടിലാണ് ചകിരി ഉണ്ടായിരുന്നത് അടുക്കി ചീന കേട്ടോ. അപ്പം അതൊന്ന് മാറ്റണം വിചാരിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ എനിക്ക് മനസ്സിലുദിച്ചത്. ഇത് കുറേ മുമ്പ് നമ്മളൊരു പഴയ ഫ്രിഡ്ജ് കുഞ്ഞുട്ടി വാങ്ങിച്ചതേനി കേട്ടോ. മീൻകുളം ആക്കാൻ വേണ്ടി വാങ്ങിച്ചതേനി. അങ്ങനെ ഒരു കൊല്ലം ഇത് മീൻകുളം ആയങ്ങാടാണ് സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് അത്യാവശ്യം കുറേ മീനുകളും ഓൽക്ക് തീറ്റൊക്കെ വാങ്ങി വെച്ച് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മീൻകുളമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. കുറേ ഒരു വർഷത്തോളൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആയപ്പോഴത്തേന് പിന്നെ ഓരോരോ മീനുകളൊക്കെ ചത്തു തുടങ്ങി. അങ്ങനെ ആയപ്പോൾ പിന്നെ അജുവിന് അതിൻ്റെ ആള് അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഓൽക്ക് മീൻ വളർത്താനുള്ള മൂഡ് പോയി. അങ്ങനെ ആയി. അത് കുറച്ചു കാലം മൂലൊക്കെ കടന്ന് പിന്നെയാണ് നമ്മളെ കിച്ചൺ സിങ്ക് ആയി കുറച്ചു കാലം നമ്മളെ പഴയ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നീന് കേട്ടോ ഇയാള്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇപ്പൊ ഇതുവരെ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ ഇട്ടീന് കേട്ടോ. അപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് ഇതിൽ ഇപ്പോ ചകിരി അടുക്കി വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മള് ഇതൊക്കെ കഴിഞ്ഞേ കുട്ടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുട്ടി ഇത് കൊടുക്കല്ല, ഇനി ഇത് എന്തിനാ അത് ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞേ കൊടുക്കണ്ട, അത് അവിടെ നിന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും എന്നുള്ളത്. അങ്ങനെ കൊടുക്കാൻ മടിച്ച് അങ്ങനെ വെച്ചതേ കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഇതാണ് ഇപ്പൊ അങ്ങോട്ട് ആവശ്യം നടത്തിയത്. അത്യാവശ്യം ചകിരൊക്കെ കൊണ്ടേ ഇനി അത് ഒന്ന് മൂടിയിട്ടാല് മഴ കൊള്ളാതെ അതവിടെ കടന്നും ചെയ്തോളും. അപ്പൊ ഇനി മഴക്കാലം കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ഇന്ന് അപ്പൊ കുറിച്ച് എനിക്ക് തലയിൽ ഉദിച്ചൊരു ഐഡിയ ആണ് കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഐഡിയ എന്തെങ്കിലും വേറെ ഉദിച്ചു. ചകിരി എന്നിട്ടും ബാക്കിയാണ്. ചകിരി അപ്പൊ ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഇമ്മ അടുത്ത ഐഡിയ അമ്മ കിട്ടിയ കേട്ടോ. വലിയൊരു കവർ ഉണ്ടേനിയെ. ആ കവറ് ഡോറ് കൊണ്ടുവന്ന കവറാണ് കേട്ടോ നമുക്ക്. അപ്പൊ ആ ഡോറ് കൊണ്ടുവന്ന കവറിലാണ് ഇനി അടുത്ത നമ്മൾ ചകിരി ആക്കാൻ പോണത്. എനിക്കുണ്ടല്ലോ അകത്തെ പണികൾക്ക് ഒരു ഐഡിയ കിട്ടൂട്ടോ. ഇന്നത് എവിടെ വെക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതിൽ ഒരു ഐഡിയ ഒക്കെ എനിക്ക് ഉദിച്ചു. പക്ഷെ അകത്ത് പണികൾക്ക് ഞാൻ ഉഷാറാണ്. പക്ഷെ പുറം പണികൾക്ക് ഞാൻ കുറച്ച് പോക്കാണ്.
പക്ഷെ ഇമ്മ നേരെ തിരിച്ചുമാണ്. ഇമ്മക്ക് പുറത്തെ എല്ലാതും വിറക് അട്ടിക്കാനും അത് അട്ടിക്കാനും വൃത്തിയാക്കാനും ഇമ്മക്ക് പുറത്തത്തെ ആ ഒരു വൃത്തിയാക്കൽ കാര്യങ്ങൾക്കാണ് ഇമ്മക്ക് ഇൻട്രസ്റ്റ്. എനിക്ക് അകത്തത്തെ വൃത്തിയാക്കൽ കാര്യങ്ങൾക്കാണ്. പുറത്തത്തെ ഈ സംഗതികൾ വറകട്ടിയേക്കാനും അങ്ങനത്തെ സംഗതികൾക്കൊന്നും അങ്ങനത്തേനൊന്നും വലിയൊരു ഐഡിയയും ബുദ്ധിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇമ്മ വരുമ്പോഴാണ് ഇങ്ങനത്തെ സകല കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ പുറത്തെടുത്ത് ഇതൊക്കെ സെറ്റാക്കല് കേട്ടോ. പിന്നെ നമ്മൾ എന്നും ചെയ്യണ വീഡിയോ പോലെ അല്ലല്ലോ. എന്നും പോയി ഞാൻ കുക്കിംഗ് ക്ലീനിങ് ഒക്കെ ആകുമ്പോൾ വല്ല എന്താണ് തട്ടൊക്കെ ഇങ്ങനെ മുന്നിലൊക്കെ ഇട്ട് നല്ല ഇതിൽ നിന്ന് മട്ടത്തിൽ നിന്ന് അങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ അല്ലേ. എന്നിപ്പോൾ അങ്ങനെയൊന്നും നടക്കൂല കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ പണികൾക്കൊന്നും ഇങ്ങനെ ഒരു ഉഷാറും മുടുക്കൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റിക്കർ മാമനെ അറഞ്ചം മുറഞ്ചം ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഉപയോഗിച്ചിരിക്കണം കേട്ടോ. നിയക്കുട്ടിന്റെ മദ്രസിന്റെ നേരായപ്പോ ഓളും പോയി. പിന്നെ എന്റെ കുട്ടി മാത്രമാണ് കേട്ടോ ബാക്കി എല്ലാ പണിക്കും കൂടി തന്നിട്ടുണ്ട്. ഇനിയത് ഇങ്ങനെ എല്ലാ പണിക്കും കൂടി തരും ചെയ്യും ഇടക്ക്. എന്നിട്ട് നമ്മള് ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് 2 കയ്യടിയൊക്കെ അടിച്ചാൽ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അഥവാ നമ്മളത് മറന്നിക്കണമെങ്കിൽ ഓൻ തന്നെ സ്വന്തം പറഞ്ഞു ഓൻ തന്നെ കൈയടിച്ചോളും. പിന്നെ ബാക്കിയുള്ള ചകിരിയൊക്കെ അതിൽ ഫില്ലാക്കി അത് ഞങ്ങൾ കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിക്കണം കേട്ടോ. ഇനി ആ ഒരു ഷീറ്റ് പെട്ടെന്ന് വെയിലും മഴയൊന്നും കൊണ്ട് ദ്രവിച്ചാതിരിക്കാനാണ് അതിന്റെ മുകളിൽ വേറെ ചാക്കുകളും അതേപോലെ തന്നെ വേറെ തുണിയും ഒക്കെ വിരിച്ച് അതവിടെ സെറ്റാക്കി വെച്ചിക്കണേ. അങ്ങനെ ചകിരിന്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വിറകിന്റെ പണിക്ക് വരുന്നത് കേട്ടോ. വിറക് നമ്മൾ ഒക്കെ മൊത്തത്തിൽ വലിച്ചിട്ട് അതിൻ്റെ ചോടക്കൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം തിരിച്ചെടുത്ത് വെക്കണം കേട്ടോ. അപ്പം ചിലതൊക്കെ ചെതലായിട്ടുണ്ടെങ്കിൽ മുകളിൽ എല്ലായിടത്തുനിന്ന് മുകളിൽ നിന്നാണ് കേട്ടോ താഴത്തേക്ക് ചെതൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുളകിലല്ല മുകളിലേ നമ്മൾ ഒരു മഞ്ചന്റെ പൊളികളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പൊ അത് ചെതലുണ്ടായിന് കാരണം നമ്മൾ വെച്ച സമയത്ത്. പിന്നെ അത് വെച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ കൊണ്ടും ചെയ്തിരുന്നു. അപ്പൊ പിന്നെ ചെതലിന് നല്ല വളമേക്കണേ. ചെതൽ ഇങ്ങോട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് കയറി താഴത്തേക്ക് ഇറങ്ങണേ. ഇമ്മ എന്നോട് എപ്പോഴും വിളിച്ചപ്പോൾ പറയും പെണ്ണെ ചെതൽ കയറുന്ന നോക്കണ്ട കേട്ടോ. ഞാൻ നോക്കിട്ടും പറയും. ഞാൻ അടി കൂടെയാണ് നോക്കുന്നത്. അടി കൂടെ ചെതൽ കയറുന്നില്ല. പിന്നെ വറകട്ടിയുമെന്ന് വല്ലാതെ വിറക് എടുക്കണില്ലല്ലോ. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു 10 മണിക്ക് ചായ കുടിക്കാൻ കയറുന്ന സമയത്ത് കേട്ടോ. അപ്പൊ അതിന്റെ ശേഷം ചായയുടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മ മാത്രമാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ അലക്കലും ബാക്കി ചോറും കൂട്ടാണ്ടാക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഉമ്മ പച്ച ചെതൽ പിടിച്ച വറകുകളും ചെറിയ ചെറിയ ഇതുകളൊക്കെ കത്തിക്കാൻ ഭാഗത്തിന് അടുപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാക്കി തന്നിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം കുറച്ച് ബാക്കി അല്ലറ ചില്ലറ പണികളൊക്കെ എടുത്ത് എല്ലായിടം വൃത്തിയാക്കി തന്നതിന് ശേഷമാണ് ഇമ്മ പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.